ഏതു നിമിഷവും നിലംപൊത്താറായ നിലയിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പഴയ ഒ.പി. കെട്ടിടമാണ് ആശുപത്രിയിൽ എത്തുന്നവരുടെ ജീവന് പോലും ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. കൊടും വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും മറ്റു രോഗികളും ഈ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിൽ അഭയം പ്രാപിക്കുന്നു. പക്ഷെ മിക്കപ്പോഴും അവരറിയുന്നില്ല ചെറിയ കാറ്റിൽ പോലും ഓടുകൾ ഇളകി വീഴാറായ നിലയിലുള്ള തകർന്ന മേൽക്കൂരയുടെ സ്ഥിതി. പ്രസവ വാർഡിന് സമീപത്തുള്ള ഈ കെട്ടിടത്തിന് താഴെ കുത്തിവയ്പ്പുകൾക്കായി കൊണ്ടുവരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുമായി നിരവധി അമ്മമാർ വിശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ഭിത്തിയും ഇളകി നശിച്ച പഴയ ഒ.പി. കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യത്തെ മുഖവിലക്കെടുക്കാൻ പോലും അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. എന്തിനുവേണ്ടിയാണ് ഇപ്പോഴും ഈ ജീർണിച്ച കെട്ടിടം ഇവിടെ നിലനിർത്തിയിരിക്കുന്നതെന്ന ചോദ്യത്തിന് നഗരസഭാ അധികൃതർക്കോ ആശുപത്രി വികസന സമിതിക്കോ ഡോക്ടർമാർക്കോ ഉത്തരമില്ല. താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കമ്മീഷൻ തുകകൾ വീതം വയ്ക്കാൻ തിടുക്കം കാട്ടുന്ന നഗരസഭാ അധികൃതർക്കോ മരുന്ന് മാഫിയ സംഘങ്ങളുടെ പ്രൊമോട്ടർമാരായി മാത്രം പണിയെടുക്കുന്ന ചില ഡോക്ടർമാർക്കോ വൻ ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ പഴയ കെട്ടിടത്തിന്റെ സ്ഥിതി പരിശോധിക്കാൻ സമയമില്ല. നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എത്താൻ പോലും കിഴക്കൻ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ ഭയക്കുകയാണ്. കുടിവെള്ളമോ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളമോ മിക്കപ്പോഴും ആശുപത്രിയിൽ ലഭിക്കാറില്ലെന്നും പരാതിയുണ്ട്. മാലിന്യക്കൂമ്പാരത്തിൽ ശ്വാസം മുട്ടുന്ന രോഗികളുടെ ദുരിതങ്ങൾക്ക് ചെവിയോർക്കാൻ നേരമില്ലാത്ത അധികാരികൾക്കെതിരെ പരാതി നൽകിയാലും ഭരണസ്വാധീനത്താൽ അവയൊന്നും പുറംലോകം കാണാറുമില്ല. താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഇവിടെ പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റും ഫാർമസിയും സ്റ്റോർ റൂമും പുതിയ കെട്ടിടത്തിലേക്ക് രോഗികൾക്ക് സൗകര്യപ്രദമായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പഴയ ഒ.പി. കെട്ടിടത്തിന്റെ വരാന്ത നിത്യേന നൂറുകണക്കിന് രോഗികൾ രാപ്പകൽ ഭേദമന്യേ വിശ്രമ സങ്കേതമായി ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാണ് തടികൾ ദ്രവിച്ച് മേൽക്കൂര ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയുള്ളത്. തകർന്ന മേൽക്കൂരയിൽ ഇരുമ്പ് കമ്പി വെച്ച് പ്ലാസ്റ്റിക് ചരടുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ആശുപത്രി അധികൃതർ കെട്ടിടത്തിന്റെ അപകടസ്ഥിതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇനിയും അറിയിച്ചിട്ടില്ല. മേൽക്കൂര തകർന്ന് വൻ ദുരന്തം പതിയിരിക്കുന്നുണ്ട് ഇവിടെ. ആശുപത്രിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വാഹനങ്ങൾക്ക് തടസ്സമായാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും രോഗികൾക്ക് കൂടുതൽ സുരക്ഷിതമായ വിശ്രമകേന്ദ്രം നിർമ്മിക്കാനും ഇപ്പോഴത്തെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാതെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആശുപത്രി അധികൃതരുടെയും മുനിസിപ്പൽ ഭരണാധികാരികളുടെയും കണ്ണു തുറപ്പിക്കാൻ എന്തു ചെയ്യുമെന്നറിയാതെ ധർമ്മസങ്കടത്തിലാണ് പാവം പൊതുജനം. ഫോക്സ് ടി.വി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.